ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ അഡലൈൻസ് കഫേ. നമ്മളിന്ന് പറയാൻ പോകുന്ന തുംതേന സാത്ത് മേരാ ഓ ഹംനവ എന്ന സീരിയലിൻ്റെ 3ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റത്തെ 2 എപ്പിസോഡും കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് കൊടുത്തേക്കാം, പോയി കണ്ടിട്ട് വരിക. പെട്ടെന്നൊരു വലിയ ശബ്ദം കേട്ടാണ് അപരാജിത തിരിഞ്ഞ് നോക്കുന്നത്. അവൾ നോക്കിയപ്പോൾ കുറേ ചില്ലുകൾ പൊട്ടിക്കിടക്കുകയാണ് അവളുടെ വീടിൻ്റെ ഹാളിൽ. അവൾക്കിത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ ഓർമ്മ വരികയാണ്. അവളുടെ ഹസ്ബൻഡും ഇതുപോലെ ചില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ടുണ്ട്. അവൾ ആ കാര്യങ്ങൾ ഓർക്കുകയാണ്. അവൾക്ക് അതിപ്പോഴും ഒരു ട്രോമയായിട്ടുണ്ട്. അവൾക്കിപ്പോൾ എന്തിനോടും ഏതിനോടും പേടിയായി തുടങ്ങിയിരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അവളുടെ ഹസ്ബൻഡ് എത്രത്തോളം അവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നും അവളിപ്പോൾ എത്രത്തോളം അതിൽ പേടിച്ചാണ് ജീവിക്കുന്നതെന്ന് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. അവളിതിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അവളുടെ അനിയത്തി വന്ന് ചോദിക്കുകയാണ്, എന്താ ചേച്ചി എന്തൊരു സൗണ്ട് കേട്ടേ എന്ന് പറഞ്ഞിട്ട് അവൾ വന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ വന്ന് നോക്കുമ്പോൾ ജനലിൻ്റെ ചില്ല് പൊട്ടിയതായിട്ട് കാണാണ്. അടുത്ത വീട്ടിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിച്ചപ്പോൾ അതിൻ്റെ ബോൾ കൊണ്ട് പൊട്ടിയതാണ്. പക്ഷേ അപരാജിത ഇതൊന്നും അല്ല ശ്രദ്ധിക്കുന്നത്. അവൾ ആ ചില്ല് പൊട്ടിയതിൻ്റെ ഓർമ്മയിലേക്ക് പോവുകയാണ്. അവിടെ ലൈഫിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവളുടെ അച്ഛനും അമ്മയും അനിയത്തിയൊക്കെ വന്ന് പറയുകയാണ്, ഈ പിള്ളേരുടെ ശല്യം സഹിക്കാൻ പറ്റാണ്ടായി, എപ്പോഴും ഇവിടെ കല്ലെറിഞ്ഞ് പൊട്ടിച്ച് എപ്പോഴും ആ ചില്ല് മാറ്റാനേ നേരമുള്ളൂ എന്ന് പറയുകയാണ്. അപരാജിത ഇത് കണ്ട് പേടിച്ച് നിൽക്കുന്നതായിട്ട് അച്ഛൻ ചോദിക്കുകയാണ്, എന്തിനാണ് മോളെ നീ ഇതിനൊക്കെ പേടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അപ്പൂൻ്റെ അമ്മായി പറയുകയാണ്, ഇത് നോക്കി നിൽക്കാതെ നിങ്ങൾ ആരെങ്കിലും ഇത് വൃത്തിയാക്കുമെന്ന് പറയുമ്പോൾ അപരാജിതയുടെ അനിയത്തി അത് വൃത്തിയാക്കാൻ പോവുകയാണ്. ഈ പിള്ളേരെ ഒരു പാഠം പഠിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പൂൻ്റെ അമ്മ പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം അപ്പു അവളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് പേടിച്ച് പുറകോട്ടേക്ക് നീങ്ങുമ്പോൾ അപ്പുവിൻ്റെ അനിയത്തി ആരും അവളുടെ വുഡ്ബിക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പെയിൻറ്റിങ് ആയിരുന്നു. അവളുടെ കൈ അറിയാതെ തട്ടി അത് താഴെ വീണ് പൊട്ടുവാണ്. അപ്പോൾ അപ്പുവിൻ്റെ അനിയത്തി ആര് പറയുകയാണ്, ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ പ്രണയകഥ ഒരു പെയിൻറ്റിങ് ആക്കിയിട്ട് രോഹന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചത്, ചേച്ചി അത് പൊട്ടിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞ് അപരാജിതയെ വഴക്കിടുകയാണ്. ഈ ആരുവിൻ്റെ ക്യാരക്ടർ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ സീരിയൽ. എന്ന് വെച്ചാൽ അവൾക്ക് അവളുടെ കാര്യം മാത്രമേ ഉള്ളൂ, മറ്റാരോടും പ്രത്യേകിച്ച് സ്നേഹമൊന്നുമില്ല. അവളുടെ കാര്യം സാധിക്കണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ ഈ കല്യാണം ഉറപ്പിച്ച പിന്നെ അവൾക്ക് ആരെയും വേണ്ട, നല്ല പണക്കാരനെയാണ് കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു അഹങ്കാരത്തിലിരിക്കുകയാണ്. അപ്പോൾ അവൾക്ക് അതുകൊണ്ട് ചേച്ചിയോടൊന്നും വലിയൊരു മൈൻഡില്ലാതെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂടെ ഇതും കൂടെ പറ്റിയപ്പോൾ അവൾ ചേച്ചിയോട് പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അപ്പുവിൻ്റെ ബ്രദറും പറയുകയാണ്, നീ വന്നപ്പോൾ തൊട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് പറയുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷിത്തിൻ്റെ വീടാണ്. ഈ സമയത്ത് രക്ഷിത്ത് അവൻ്റെ അച്ഛന് ചായയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ വല്യമ്മ പറയുകയാണ്, ഇവൻ ശരിക്കും നല്ലൊരു മോനാണ്, എല്ലാം എത്ര നന്നായിട്ടാണ് കെയർ ചെയ്യുന്നത്, സത്യത്തിൽ തെറ്റവൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചതല്ലേ, അപ്പോൾ ചെയ്തല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് കുത്തുന്ന പോലെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ രക്ഷിത്ത് അവൻ്റെ അച്ഛൻ പറയുന്നത് ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ വല്യമ്മ പറയുകയാണ്, തെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവൻ അതിൻ്റെ കുറ്റബോധം ഉണ്ടാവും, അപ്പോൾ അതിങ്ങനെയെങ്കിലുമൊക്കെ ചെയ്ത് തീർക്കണ്ടേ എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവരെ പറഞ്ഞ് വേദനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവൻ അച്ഛന് ഈ അൽഷിമേഴ്സ് വരാൻ കാരണം തന്നെ ഇവനാണെന്ന് പറഞ്ഞ് രക്ഷിത്തിനെ കുറ്റപ്പെടുത്തുകയാണ്. ഇതവൻ്റെ ചേട്ടന് തീരെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷേ അമ്മ ആയതുകൊണ്ട് ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ ആകെ കൺഫ്യൂഷൻ ആകുകയാണ്, ഇവരിത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പുള്ളിക്ക് അതൊന്നും ഓർമ്മയില്ല, എങ്ങനെയാണിത് പറ്റിയതൊന്നും ഉള്ള ഓർമ്മയില്ല. രക്ഷിത്ത് ആകെ മൂഡ് ഓഫ് ആവുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് രക്ഷിത്തിൻ്റെ അമ്മ വിഷയം മാറ്റാനായിട്ട് രക്ഷിത്തിൻ്റെ അച്ഛനോട് പറയുകയാണ്, ഇന്ന് വൈകുന്നേരം നമ്മുടെ കല്യാണമല്ലേ, അപ്പോൾ ഞാൻ നോർമൽ ഡ്രസ്സിൽ വരണോ അതോ മണമായിട്ടായിട്ട് തന്നെ ഒരുങ്ങി വരണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, അതിന് നിങ്ങൾ ആരാ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. പുള്ളിക്ക് അൽഷിമേഴ്സ് ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ചില ഓർമ്മകളൊക്കെ മാറിപ്പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇത് കേട്ട് വിഷമിച്ച് നിൽക്കുകയാണ്. രക്ഷിത്ത് ഇത് കേട്ട് അസ്വസ്ഥനാവുകയാണ്. അവന് ഒരു ഉത്തരമില്ലായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ അവസ്ഥ കണ്ട് അവനാകെ വിഷമിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷിത്തിൻ്റെ അമ്മ അവനെ കംഫേർട്ട് ചെയ്യുകയാണ്, നീ വിഷമിക്കാതെ, പ്രശ്നമൊന്നുമില്ല, നമുക്ക് അച്ഛനെ ശരിയാക്കി എടുക്കാം, ഇനി നീ ഇതിൻ്റെ പേരിൽ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് രക്ഷിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. അവൻ്റെ അച്ഛനും പതുക്കെ പതുക്കെ ഓക്കെ ആയി തുടങ്ങുന്നു. അപ്പോൾ രക്ഷിത്തിൻ്റെ വല്യമ്മ മനസ്സിലാലോചിക്കുകയാണ്, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ നമ്മുടെ രാജ്യം തന്നെയാണെന്ന് വിചാരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന അപരാജിതയുടെ വീടാണ്. അവളുടെ അനിയത്തി പറയുകയാണ്, ഞാൻ തിലകിന് അവന് ഗിഫ്റ്റ് കൊടുക്കാൻ വിചാരിച്ചതാണ്, ഇപ്പോൾ തിലകിൻ്റെ ദിവസം തന്നെ ഇത് ഉടഞ്ഞു പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പ്ലാൻ ആകെ തെറ്റി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുകയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശരിക്കും അപശകനമല്ല, ഇനി എൻ്റെ കല്യാണം മുടങ്ങുമെന്നൊക്കെ ഓർത്ത് അവൾ പേടിച്ച് കരയുകയാണ്. അപ്പോൾ അവളെ പാമ്പർ ചെയ്ത് പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, നമ്മൾ കല്യാണം തീരുമാനിച്ചാൽ തന്നെ അത് നല്ല ശകനാണ്, അല്ലാതെ ഇനി അതിലൊന്നും വിചാരിച്ച് നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനത്തെ ഗിഫ്റ്റുകളിലൊന്നും അല്ലല്ലോ സ്നേഹം ഇരിക്കുന്നത്, നീ എന്തിനാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്, ഇത് ഇനിയും നിനക്കുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ ഇത് നിൻ്റെ കഴിവിനെ അല്ല കളഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. ഈ സമയം അപ്പുവിൻ്റെ അനിയൻ അവിനാശ് പറയുകയാണ്, ഇങ്ങനെ ഡയലോഗൊക്കെ അടിക്കാൻ എളുപ്പമാണ്, നീ നിൻ്റെ ജീവിതത്തിലൊന്നും പാലിച്ചില്ലല്ലോ, നീ നിൻ്റെ ഹസ്ബൻഡിനെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതല്ലേ, നിൻ്റെ ജീവിതത്തിൽ എന്തെയ്തൊന്നും
ചെയ്യാഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് ഇൻസൾട്ട് ചെയ്യുകയാണ് അവിടെ വെച്ചിട്ട്. അവിനാശൻ എപ്പോഴും അവൻ്റെ അളിയനെയാണ് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അപ്പോൾ അപ്പുവിൻ്റെ അച്ഛൻ അവിനാശിനെ വാൺ ചെയ്യുകയാണ്, നീ ചേച്ചിയോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, അവരുടെ ലൈഫ് അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്തോളും, നീ അതിൽ ഇടപെടണ്ട, നമ്മൾ ഇടപെടേണ്ട സമയമാകുമ്പോൾ അവൾ പറയും, അങ്ങനെയാണെങ്കിൽ മാത്രം നമ്മളതിൽ ഇടപെട്ടാൽ മതി എന്ന് പറഞ്ഞ് അവനെ വാൺ ചെയ്യും. അവനവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അപ്പു ആരോനോട് പറയണം, എന്നോട് ക്ഷമിക്കുക, എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിയതാണ്, എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞ് അവളോട് ക്ഷമ ചോദിക്കുകയാണ്. നീ പേടിക്കേണ്ട, നിൻ്റെ ഇതിലൊക്കെ ഏറ്റവും ബെറ്ററായിട്ട് നമുക്ക് നടത്താം, അത് എപ്പോഴും സ്പെഷ്യലായിരിക്കും, നിൻ്റെ ലൈഫിൽ നീ ഓർത്ത് വെക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഞാനത് നടത്തും എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോൾ ആരോനോട് പറയുകയാണ്, നിൻ്റെ വുഡ്ബിക്ക് ഈ നിഴലിലൊക്കെ ഇങ്ങനെ പാവുകളി നിർത്തുമല്ലേ, ആ കളി നിൻ്റെ വുഡ്ബിക്ക് ഇഷ്ടമല്ലേ, നമുക്കത് സെറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന രക്ഷ്യത്തിൻ്റെ വീടാണ്. ഈ സമയം രക്ഷ്യത്തിൻ്റെ അമ്മ അവളുടെ ജീവിതത്തെ പറ്റി ഓർത്തിട്ട് വിഷമിക്കുകയാണ്. എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞ കുടുംബമായിരുന്നു, പെട്ടെന്ന് ഒരാളുടെ പരവുമൂലം അതൊക്കെ ഇങ്ങനെയായി, നീ ഇതോർത്ത് വിഷമിക്കേണ്ട, നിൻ്റെ കുറ്റം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് രക്ഷ്യത്തിനെ സമാധാനിപ്പിക്കുകയാണ്. പക്ഷേ ഇനി അച്ഛൻ എങ്ങനെയെങ്കിലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ, അതെങ്ങനെ തന്നെ തുടർന്ന് പോകുമോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ലെന്ന് അവൻ്റെ അമ്മ അവനോട് പറയുകയാണ്. അവൻ്റെ അമ്മ പറഞ്ഞ് ഫീൽ ചെയ്യുകയാണ്, ഇപ്പം തന്നെ നിൻ്റെ അച്ഛന് പലപ്പോഴും എൻ്റെ പേര് പോലും ഓർമ്മയില്ല, എന്നെ തന്നെ പലപ്പോഴും മറന്നു പോകുന്നുണ്ട്, അതിന് കംപ്ലീറ്റ് ആയിട്ട് മറന്നു പോയാൽ ഞാനിനി എന്ത് ചെയ്യും, ഈ സ്നേഹത്തിൻ്റെ പേരിലാണ് ഞാൻ ജീവിക്കുന്നത്, ഇതും കൂടി ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് മകനോട് പറയുവാണ്. ഇപ്പോൾ രക്ഷിത അമ്മേനെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ്, ഒരിക്കലും ഒരാൾ ആരെങ്കിലും സ്നേഹിച്ചാൽ എത്ര അവളുടെ തലച്ചോറിൽ നിന്ന് ഓർമ്മ പോയാലും ഹൃദയത്തിൽ നിന്ന് ഓർമ്മ പോകില്ല, അമ്മ ഒരിക്കലും പേടിക്കണ്ട, ഞങ്ങൾ ആരെയും അച്ഛൻ ഓർത്തില്ലേലും അമ്മേനെ അച്ഛൻ മറക്കില്ല എന്ന് പറയുകയാണ്. അച്ഛൻ്റെ ഈ അവസ്ഥ മാറ്റാനായിട്ട് ഞാൻ ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറയുകയാണ്. അടുത്തതായി കാണിക്കുന്നത് ഇൻഡോർ സിറ്റിയാണ്. അപരാജിത ആ പാവക്കൂത്ത് നടത്തുന്ന ആളെ കാണാൻ വേണ്ടിയിട്ട് അയാളുടെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഈ സമയത്ത് രക്ഷിതും അവിടെ എത്തുന്നുണ്ട്. അവൻ്റെ പ്ലാൻ ഇതായിരുന്നു, അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രണയകഥ ആ പാവക്കൂത്തിലൂടെ ഇങ്ങനെ കാണിച്ച് അവരുടെ വെഡ്ഡിങ് ഡേ സ്പെഷ്യലാക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പവും ഇതേ ഉദ്ദേശത്തോടെ തന്നെയാണ് വരുന്നത്. രോഹൻ്റെ ആരുവിൻ്റെ ലവ് സ്റ്റോറി ഒരു പാവക്കൂത്ത് പോലെ നടത്തിയിട്ട് അവരുടെ തിലക് സ്പെഷ്യലാക്കാനായിട്ട്. അവളവിടെ വന്ന് മേളത്തെ ഫ്ലോറിലാണ് ഈ പാവക്കൂത്ത് നടത്തുന്ന ആളുടെ ഓഫീസ്. അപ്പോൾ അവിടേക്ക് പോകാനായി വന്നപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി പറയുകയാണ്, ലിഫ്റ്റ് കേടാണ്, അപ്പോൾ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇനിയിപ്പോൾ സ്റ്റെപ്പ് കയറി തന്നെ പോകേണ്ടി വരുമെന്ന് ഓർത്ത് അപ്പോൾ സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ രക്ഷിത്തും അയാളുടെ മാനേജറും കൂടെ അങ്ങോട്ട് വരികയാണ്. എന്നിട്ട് അവരവിടെ നിന്ന് സംസാരിക്കുകയാണ്. ഇപ്പോഴും ഇവർ തമ്മിൽ കാണുന്നില്ല, പക്ഷേ രണ്ടുപേരുടെ സംസാരങ്ങൾ അപരാജിത സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ രക്ഷിത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് അപ്പോൾ പറയുകയാണ്, ഈ ശബ്ദം നല്ല പരിചയമുണ്ടല്ലോ, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ രക്ഷിത്ത് പറയുകയാണ്, നമുക്ക് വേഗം പോയി ബുക്ക് ചെയ്യുക, ആരെങ്കിലും വന്നതിന് മുന്നേ വേഗം പോയി ബുക്ക് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ മാനേജർ പറയുകയാണ്, അയാൾക്ക് നല്ല തിരക്കുള്ള ആളാണ്, അയാൾ ഓൾറെഡി വല്ല പ്രോഗ്രാമിനും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിചാരിക്കും. അപ്പോൾ രക്ഷിത്ത് പറയുകയാണ്, ഇമോഷണലിനും ക്യാഷിനും ബ്ലാക്ക് മെയിൽ ആകാത്ത ആരും ഉണ്ടാവില്ല, നമുക്കാദ്യം ക്യാഷ് കൊടുത്ത് നോക്കാം, അതിൽ വീണില്ലെങ്കിൽ കുറച്ച് ഇമോഷണലായിട്ട് കയറി പിടിക്കുക എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ അപ്പോൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ആളെ കാണുന്നില്ല. ഇനിയിപ്പോൾ ഇയാൾ അവിടെ എത്തണതിന് മുന്നേ ആദ്യം പോയി ബുക്ക് ചെയ്യണമല്ലോ എന്ന് ഓർത്തിട്ട് അവൾ വളരെ വേഗം സ്റ്റെയറിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ രക്ഷിത്ത് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അയാൾ സെക്യൂരിറ്റി അപ്പോൾ പറയുകയാണ്, സാർ ഇത് വർക്കല്ല, സ്റ്റെയർ വഴി കയറിപ്പോയി. ഈ സമയം കൊണ്ട് തന്നെ അപരാജിത കുറച്ച് സ്റ്റെപ്പ് കയറി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ രക്ഷിത് നോക്കുമ്പോൾ ആരോ മേളിൽ ഓടി കയറുന്നുണ്ട്, അത്യാവശ്യമുള്ളൊരു വല്ലതായിരിക്കും, മേളിൽ ഈ ഓഫീസ് മാത്രമല്ലല്ലോ എന്ന് ചിന്തിക്കണം. അപ്പോൾ രക്ഷിത്ത് വന്നാൽ പോകാം എന്നോർത്തിട്ട് സ്റ്റെയറിൽ കയറാൻ പോവാണ്. രക്ഷിത്ത് ഇവൾ ഓടുന്ന ഓട്ടം കണ്ടിട്ട് ഇവളിത് എവിടെ പോവാണ് ഇത്ര സ്പീഡിൽ, എന്തായാലും മേളിലോട്ട് പോയാൽ കെട്ടിടമൊന്നും ഓടിപ്പോകില്ലല്ലോ ഇവൾ ചെല്ലണതിന് മുന്നേ, പിന്നെ എന്തിനാണ് ഇവൾ ഇത്ര സ്പീഡിൽ ഓടിപ്പോണെന്നൊക്കെ ഉള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ അപരാജിതൊന്നും നോക്കാതെ ഇയാൾ ബാക്കിലൂടെ വരുന്നുണ്ട്, വേഗം പോയാൽ വേഗം ബുക്ക് ചെയ്യുക, ഇയാൾ വന്നതിന് മുന്നേ ക്യാഷ് കൊടുത്ത് ബുക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ പോവുകയാണ്. രക്ഷിത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ഇതൊക്കെ. അപ്പോൾ രക്ഷിതിൻ്റെ മാനേജർ അവിടെ കിതച്ച് നിൽക്കണേ ഉള്ളൂ, അവന് മേളിലേക്ക് എത്താൻ പറ്റണില്ല. അപ്പോൾ അപരാജിത ആ ഓഫീസിലേക്ക് എത്തിക്കഴിഞ്ഞു. ഓഫീസിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ അവിടെ ആരും കാണുന്നില്ല, കുറേ പാവകളും അതിൻ്റെ സാധനങ്ങളും മാത്രമേ ഉള്ളൂ, ആളെ കാണുന്നില്ല. അവളങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ വന്ന് പുറകിൽ തട്ടുകയാണ്. അപ്പോൾ സുന്ദർ എന്ന് പറഞ്ഞിട്ട് ആ പാവക്കുത്ത് നടത്തുന്ന ആളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവൾ പറയുകയാണ്, എൻ്റെ അനിയത്തിയുടെ തിലകാണ്, അപ്പോൾ അതിനൊരു പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിട്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അതിനെന്തിനാ ഇങ്ങനെ ഓടിക്കരച്ച് വരുന്നത്, സമാധാനത്തിൽ പറഞ്ഞാലും എനിക്ക് മനസ്സിലാകും എന്ന് പറഞ്ഞു വരികയാണ്.
അപ്പോൾ അഡ്വാൻസ് എത്രയാണ് വേണ്ടതെന്ന് അവൾ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ തന്നാൽ മതി, ബാക്കി പ്രോഗ്രാം കഴിഞ്ഞിട്ട് തന്നാൽ മതി, ഞാൻ അങ്ങനെ അഡ്വാൻസ് ഒന്നും വാങ്ങാറില്ല, പിന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുള്ളൊരിതിൽ വന്നതല്ലേ, എന്തായാലും തന്നേക്ക് എന്ന് പറഞ്ഞ രീതിയിൽ എടുക്കുകയാണ്. അവൾ പേഴ്സിൽ നോക്കുമ്പോൾ വളരെ കുറച്ച് കാശ് അവളുടെ കയ്യിലുള്ളത്. ജോലിയൊക്കെ ചെയ്തിട്ട് കുറച്ച് നാളായി. അവിടെ ഒരു 100 രൂപ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള കാശ് അഡ്വാൻസിനായിട്ട് എടുത്ത് കൊടുക്കണ കറക്റ്റ് ടൈമിൽ തന്നെ രക്ഷിത്തിൻ്റെ എൻട്രിയാണ് അവിടെ. അപ്പോൾ രക്ഷിത്ത് പറയുകയാണ്, സാറിങ്ങനെ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്, ഒരു കല്യാണ ഫംഗ്ഷനാണ്, അവിടെ ഒരു പ്രോഗ്രാം ചെയ്യണം, എന്തായാലും ഇന്ന് വരണമെന്നുള്ള രീതിയിൽ അയാളടുത്ത് പറയുകയാണ്. അപ്പോൾ അപരാജിത ആകെ ഷോക്കായി, ഇയാളിങ്ങനെ കയറി വന്നോന്ന് ഓർത്തിട്ട് അപരാജിത പറയുകയാണ്, ഞാൻ ഓൾറെഡി അഡ്വാൻസ് കൊടുത്ത കാര്യത്തിന് നിങ്ങൾ പിന്നെ എങ്ങനെയാണ് ബുക്ക് ചെയ്യാൻ വന്നത്? ഇന്ന് എൻ്റെ കാര്യത്തിലാണ് ഇയാൾ വരുന്നത്, അതുകൊണ്ട് ഇനിയോ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ നിങ്ങളുടെ ബുക്കിങ് സെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് രക്ഷിതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇയാളെ ഞാൻ ട്രെയിനിൽ വെച്ച് കണ്ടതല്ലേ എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഇങ്ങനെ ചിന്തിച്ച് ഷോക്കായി നിൽക്കണം. അപ്പോൾ നീ ഇവിടെ എത്തിയോ എന്നും പറഞ്ഞ് രക്ഷിത അവളോട് ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത ചോദിക്കുകയാണ്, സത്യത്തിൽ നീ എന്നെ ഫോളോ വല്ലതും ചെയ്ത് എൻ്റെ അടുത്ത് വരുവാണോ? എപ്പോഴും കാണുന്നുണ്ടല്ലോ നിന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ സുന്ദർജി പറയുകയാണ്, നിങ്ങൾക്ക് തമ്മിൽ പരിചയമുള്ളവരാണോ, എന്നിട്ടാണോ വഴക്കിടുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ രക്ഷിത് പറയുകയാണ്, പിന്നെ ഞങ്ങൾ നല്ല പരിചയക്കാരാണ്, ഞങ്ങളുടെ അത്ര പരിചയം ആർക്കും ഉണ്ടാവില്ല എന്നിങ്ങനെ ഒരു ഫണ്ണി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയാണ്. അപ്പോൾ രക്ഷിത്തിൻ്റെ മാനേജർ ഓർക്കാണ്, ഇങ്ങനെ പെൺപിള്ളേരുമായിട്ടൊക്കെ പരിചയമോ, ഇത് അത്ഭുതമാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ അപരാജിത പറയുകയാണ്, സാർ ഞാനിത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു, എൻ്റെ ഇങ്ങനെ അനിയത്തിയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്, നിങ്ങൾ നാളെ വൈകുന്നേരത്തേക്ക് ബുക്ക് ചെയ്തോളൂ, എനിക്ക് പ്രശ്നമില്ല, ഇന്നത്തേക്ക് എന്തായാലും എനിക്ക് തന്നെ ബുക്ക് ചെയ്യണം എന്നുള്ള രീതിയിൽ അവളിങ്ങനെ പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയുകയാണ്, എൻ്റെ വീട്ടിൽ ഇന്നത്തെ ഫംഗ്ഷന് ഇന്ന് ഈ ഷോ നടത്താതെ നാളെ നടത്തിയിട്ട് അവിടെ ആര് കാണാൻ വരാനാണ്, അപ്പോൾ എനിക്ക് ഇന്ന് നടത്താനുള്ളത് കൊണ്ട് പോസിബിളി ഇതൊരിക്കലും സെറ്റാവില്ല, നിങ്ങൾ നാളത്തേക്ക് ബുക്ക് ചെയ്തോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അപരാജിത പറയുകയാണ്, എനിക്ക് നിങ്ങളെ സഹായിക്കണം എന്നുണ്ട്, നിങ്ങൾ 2 പ്രാവശ്യം എന്നെ സഹായിച്ചതാണ്, പക്ഷേ എനിക്കിപ്പോൾ വേറെ വഴിയില്ല, ഞാൻ എൻ്റെ അനിയത്തിക്ക് വാക്ക് കൊടുത്താന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയുകയാണ്, ഞാൻ നിന്നെ 2 പ്രാവശ്യം നിൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ, അതിനിപ്പം നിനക്ക് തിരിച്ചൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്, അതുകൊണ്ട് നീ നാളത്തേക്ക് ബുക്ക് ചെയ്തോ, ഇന്നത്തേക്ക് ഞാൻ ബുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷേ അവൾ അതിലൊന്നും കൺവിൻസ് ആവുന്നില്ല. അപ്പോൾ രക്ഷിത സുന്ദർജിയോട് പറയാണ്, 1-2 വട്ടമല്ല ഞാനിവളെ രക്ഷിച്ചത്, എന്നിട്ടാണ് ഇവിടെ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും അതിന് തിരിച്ചൊരു പ്രതിപകാരം ചെയ്യേണ്ടതല്ലേ, അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലേക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരണ്ടേ എന്ന് രക്ഷിത് സുന്ദർജിയോട് പറയുകയാണ്. അപ്പോൾ അപരാജിത പറയുകയാണ്, ഞാൻ ഇനി ചാകാനൊന്നും പോയതല്ല, ഇയാളെ രക്ഷിച്ചതുമല്ല, രക്ഷിച്ചു പക്ഷേ ഞാൻ ചാകാൻ പോയതൊന്നുമല്ല, അതൊരു ജസ്റ്റ് ആക്സിഡൻ്റ് ആയിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയുകയാണ്, നീ ചാകാൻ പോയി എന്നല്ല ഞാൻ പറഞ്ഞത്, നിൻ്റെ ജീവൻ നഷ്ടപ്പെടാൻ പോയി എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ചാകാൻ പോയെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യേണ്ടതല്ലേ നീ തിരിച്ച് തന്നെ എന്ന് പറയുകയാണ്. അപ്പോൾ പറയണം, അതിനായിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞേക്കാം, താങ്ക് യു പറഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് തീരുമല്ലോ, അപ്പോൾ ഇന്ന് ഇയാൾ എൻ്റെ വീട്ടിൽ വന്ന് ഷോ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇത് തമ്മിൽ ഇങ്ങോട്ടും ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ്. രക്ഷിത്താണെങ്കിൽ ഒരേ സമയം അവൻ്റെ നാക്കുകൊണ്ട് അപ്പൂനെയും സുന്ദർജീനെയും ഒരേപോലെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്, ഇതിപ്പോൾ ആരുടെ വീട്ടിൽ പോകണം, എന്ത് ചെയ്യുമെന്നോർത്ത് കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ്. എന്നിട്ട് രക്ഷിത് പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ അഡ്വാൻസ് തിരിച്ച് വാങ്ങിക്കോ, എന്നിട്ട് പോയിക്കോ, നാളത്തേക്ക് ഞാൻ തന്നെ വേണമെങ്കിൽ ഇയാളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, എന്നാലും ഇന്ന് ഇയാളുടെ ഷോ എനിക്ക് തന്നെ വേണമെന്ന് രക്ഷിത് പറയുന്നു. അപ്പോൾ അപരാജിത പറയണം, ഒരാളെ സഹായിക്കുന്നതിന് ഇങ്ങനെ കണക്ക് വെച്ചാൽ അത് ചെയ്ത സഹായത്തിന് എന്ത് വിലയാണുള്ളത്, അതിലൊരു മതിപ്പും ഉണ്ടാവില്ല, ഇങ്ങനെ നിങ്ങൾ സഹായിച്ചതിനൊക്കെ കണക്ക് പറയാൻ നിന്നാൽ ഞാൻ എന്ത് ചെയ്യും, ഇന്നത്തെ എൻ്റെ ആവശ്യം നടക്കണ്ടേ എന്നൊക്കെ ഓർത്ത് അപരാജിത രക്ഷിത്തും കൂടെ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ് അവിടെ വെച്ചിട്ട്. അപ്പോൾ സുന്ദർജി ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്, ഇപ്പം എൻ്റെ ഭാര്യയും ഭർത്താവാണ് ഇമാതിരി തല്ലാനുള്ള തല്ലുന്നതെന്ന് ഓർത്തിട്ട് അയാളിങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോൾ രക്ഷിത് സുന്ദർജിയോട് പറയുകയാണ്, നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വേണ്ട, ഇവളെത്രയാണോ തന്നത് അതിൻ്റെ 3 ഇരട്ടി ക്യാഷ് ഞാൻ തരാം, എൻ്റെ വീട്ടിൽ വന്ന് ഷോ ചെയ്യണമെന്ന് പറയുകയാണ്. അപ്പോൾ അപരാജിത പറയുകയാണ്, ഇത് കാശിൻ്റെ കാര്യമല്ല കലയുടെ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് സുന്ദർജീനെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നമുക്ക് കലയെയും കഴിവിനെയൊന്നും കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റില്ല, കാശ് കൊടുത്ത് സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നെ ഞാനാണ് ആദ്യം വന്നത്, അതുകൊണ്ട് ഞാൻ തന്നെ ആദ്യം ബുക്ക് ചെയ്യുമെന്ന് ഓർക്കണം. അപ്പോൾ രക്ഷിത്ത് ഓർക്കണം, അപ്പോൾ ഇവളാണ് എൻ്റെ മേലെ ബ്രൂസ്ലീനെ പോലെ ഓടി വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ രക്ഷിത് പറയുകയാണ്, ഇത് ക്യാഷിൻ്റെ കാര്യമല്ല, ഇത് ഇമോഷൻ്റെ കാര്യമാണ്, ഇമോഷൻസിനാണ് ഞാൻ വില കൊടുക്കുന്നത്, ക്യാഷിനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അങ്ങേരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കണം. എന്നിട്ട് സുന്ദർജീനെ ഇമോഷണലായിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുകയാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ വന്നില്ലെങ്കിൽ എൻ്റെ വീട്ടുകാരുടെ സന്തോഷം പോകും, അവരുടെ ചിരി മാഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ അപരാജിത പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതിലൊന്നും വീഴരുത്, നിങ്ങൾ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞ് അയാളെ കയ്യിൽ പിടിച്ച് രണ്ടുപേരും കൂടെ പിടിച്ച് വലിക്കുകയാണ്. എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞ് അയാളാകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ആദ്യം വന്ന ആളുടെ കൂടെ വരാം എന്ന് പറയുകയാണ്. അപ്പോൾ രണ്ടുപേരും പറഞ്ഞു, അത് പറ്റില്ല,
എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. ആദ്യം വന്നവർക്കാണ് ആദ്യം ചാൻസ്. അതുകൊണ്ട് ഈ കുട്ടിയാണ് ഫസ്റ്റ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ അഡ്വാൻസ് തരട്ടെ, എന്നിട്ട് അവളുടെ അവിടെ പ്രോഗ്രാമിന് പോകാമെന്ന് പറയുകയാണ്. ഇത് രക്ഷിത്ത് സമ്മതിക്കുന്നില്ല. അങ്ങനെ പിടിച്ച് രണ്ടുപേരും കൂടെ വലിക്കുകയാണ്. അപ്പോൾ വലിക്കണതിൻ്റെ ഇടയ്ക്ക് അയാളൊരു സൈഡിലേക്ക് സ്ലിപ്പായി പോകുമ്പോൾ അപരാജിതയും രക്ഷിത്തും കൂടെ ഒരു സൈഡിലേക്ക് വീഴാണ്. അപ്പോൾ ഇവരിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മാനേജരും സുന്ദർജിയും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഇത്ര നേരം കീരിയും പാമ്പും വരുന്നവരാണല്ലോ, ഇപ്പോൾ കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ നോക്കുകയാണല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയണം. സുന്ദർജി പറയണം, ആദ്യം ഈ കുട്ടിയാണ് അഡ്വാൻസ് തന്നതെന്ന് രക്ഷിതനോട് പറയുമ്പോൾ, അതിന് അഡ്വാൻസ് എവിടെ? ആ കുട്ടിയുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ കയ്യിൽ തന്നു? ഇല്ല, എൻ്റെ കയ്യിൽ തന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് അഡ്വാൻസ് തന്നെന്ന് പറയുന്നത്? അഡ്വാൻസ് ഇപ്പോഴും അവളുടെ കയ്യിലല്ലേ, അപ്പോൾ ബുക്ക് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ ബുക്ക് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ഇയാളിങ്ങനെ സംസാരിക്കുന്നത് കേട്ട് അപരാജിത അവളുടെ പഴയ ലൈഫിനെ പറ്റി ആലോചിക്കുകയാണ്. ആണുങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ്, നമ്മളെ ചവിട്ടി താഴ്ത്തി അവരവരുടെ കാര്യങ്ങൾ സാധിക്കും, നമ്മളെപ്പോഴും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത് അവരവരുടെ കാര്യങ്ങൾ നേടുക എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറയുകയാണ്. അവളുടെ ലൈഫിൻ്റെ കാര്യം ഓർത്തിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ രക്ഷിത് ഇതിപ്പോൾ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇനിയിപ്പോഴെന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഇവളെപ്പോഴും ഇങ്ങനെ എന്താ ഓഫായി ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നോക്കുകയാണ്. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക് യു.